Hi everybody, a warm welcome to another video session of MTM College. Myself, I am Muhammad Fasil from Department of Commerce. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് തിയറികളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ 2 തിയറികൾ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയായിരുന്നു അത് ഡൗ തിയറിയും അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസും ആയിരുന്നു. അതിനുശേഷം അടുത്ത തിയറി നമുക്ക് പഠിക്കാനുള്ളത് എലിയറ്റ് വേവ് തിയറിയാണ്. എലിയറ്റിൻ്റെ വേവ് തിയറി. അപ്പോൾ ഈ തിയറി ഡെവലപ്പ് ചെയ്തത് റാൾഫ് എലിയറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റാൾഫ് എലിയറ്റ് എന്ന് പറയുന്ന വ്യക്തി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് എന്ന് പറയുന്നത് എലിയറ്റ് വേവ് തിയറി എന്ന് പറയുന്നത് അല്ലേ. എന്താണ് അതുപോലെ തന്നെ അദ്ദേഹം 70 വർഷം സ്റ്റോക്ക് മാർക്കറ്റുകളെ 75 വർഷത്തോളം സ്റ്റോക്ക് മാർക്കറ്റുകളെ നിരീക്ഷിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തിയറി ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ വളരെ ഓർഡറായിട്ടാണ് അല്ലേ, വളരെ ക്രമപ്രകാരമാണ്, കൃത്യമായ ഒരു ക്രമത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് നീങ്ങുന്നത് അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റുകൾ മുന്നോട്ട് നീങ്ങുന്നത് കൃത്യമായ ഒരു ക്രമം വെച്ചുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ആ ക്രമത്തെ അദ്ദേഹം പറയുന്നത് എ പാറ്റേൺ ഓഫ് വേവ്സ് എന്നാണ്. വേവുകളുടെ പാറ്റേൺ അല്ലെ, വേവുകളുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ തിരമാലകളുടെ പാറ്റേണിലൂടെയാണ് അല്ലെങ്കിൽ തരംഗങ്ങളുടെ പാറ്റേണിലൂടെയാണ് നീങ്ങുന്നത്, സ്റ്റോക്ക് മാർക്കറ്റുകൾ നീങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അല്ല. അപ്പോൾ റാൾഫ് എലിയറ്റ് എന്ന് പറയുന്ന വ്യക്തി സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ബിഹേവിയറിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു തിയറിയാണ് എലിയറ്റ് വേവ് തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം 75 വർഷത്തോളം സ്റ്റോക്ക് മാർക്കറ്റുകൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ തിയറി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ മൂവ് ചെയ്യുന്നത് കൃത്യമായ ഒരു ക്രമത്തോട് കൂടിയിട്ടാണ്. അതിൻ്റെ പേരാണ് പാറ്റേൺ ഓഫ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഈ വേവ്സിനെ കുറിച്ച് നമുക്ക് പറയാം. എ വേവ് ഈസ് എ മൂവ്മെൻറ്റ് of market price from change in the direction to the next change in the same direction അല്ലേ. ഒരേ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളുടെ രൂപത്തിലാണ്, ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ചേഞ്ചുകളുടെ ഇതിലാണ് എന്ത് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. എ വേവ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ് ഫ്രം ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ടു നെക്സ്റ്റ് ചേഞ്ച്. ഒരു ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവുകയും അതേ ഡയറക്ഷനിൽ അടുത്ത ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുന്ന വേവുകളുടെ വേവുകളുടെ രൂപത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസുകൾ മുന്നോട്ട് പോകുന്നത്. നോക്കാം എന്താണ് ഈ വേവുകൾക്ക് കാരണം എന്നാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് അല്ലെ. വേവുകൾക്ക് കാരണമാണ് വേവ്സ് ആർ ദ റിസൾട്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇമ്പൾസസ് റൈസിങ് ഡ്യൂ ടു ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രഷേഴ്സ് ഇൻ ദ മാർക്കറ്റ് അല്ലെ. മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രഷേഴ്സ് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിന് കാരണമാവുകയും ആ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് ഇമ്പൾസുകൾക്ക് കാരണമാകുന്നത് അല്ലെ. ഈ ഇമ്പൾസുകളാണ് വേവുകൾ സൃഷ്ടിക്കുന്നത് അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രഷേഴ്സ് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിന് കാരണമാവുകയും ബൈയിങ് ആൻഡ് സെല്ലിങ് ചില സ്പന്ദനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ സ്പന്ദനങ്ങളാണ് ഇതാണ് എന്തായിട്ട് മാറുന്നത്, വേവായിട്ട് മാറുന്നത്. ഓക്കെ, നോക്കാം ഇനി. മാർക്കറ്റ് മൂവ്സ് ഇൻ വേവ്സ്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് വേവിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഈ വേവ് നമുക്ക് എ മൂവ്മെൻറ്റ് ഇൻ പെർട്ടിക്കുലർ ഡയറക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ 5 ഡിസ്റ്റിങ്ക്റ്റ് വേവ്. ഒരു പ്രത്യേക ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് 5 വേവുകളായിട്ട് നമുക്ക് 5 വ്യത്യസ്ത വേവുകളായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ. ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 5 വ്യത്യസ്തങ്ങളായ വേവ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ വേവ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, വേവ്സ് നോക്കിയേ അല്ലേ. 5 പ്രത്യേക തരത്തിലുള്ള വേവുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ വേവ് മുകളിലേക്കാണ്, രണ്ടാമത്തത് താഴേക്കാണ്, മൂന്നാമത്തത് വീണ്ടും മുകളിലേക്കാണ്, നാലാമത്തത് താഴേക്കാണ്, അഞ്ചാമത്തത് വീണ്ടും മുകളിലേക്കാണ് അല്ലേ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ 5 വേവുകളിൽ 3 എണ്ണം ഒരേ ഡയറക്ഷനിലേക്ക് ഉള്ളതാണ്, 2 എണ്ണം
ആ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഉള്ളതാണ്. ഈ മൂന്നെണ്ണം, ഈ വേവുകളിൽ 3 ഒരേ ഡയറക്ഷനിലും 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സിൽ വരുന്ന വേവുകളാണ് ഒരേ ഡയറക്ഷനിലുള്ളത്. ഈവൺ നമ്പേഴ്സിൽ വരുന്ന വേവുകളാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത്. അപ്പോൾ ഒരേ ഡയറക്ഷനിലുള്ള വേവുകളാണ് ഇമ്പൾസുകൾ അല്ലേ. ഒരേ ഡയറക്ഷനിലുള്ള ഈ 3 വേവുകളെയാണ് നമ്മൾ ഇമ്പൾസുകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 2 വേവുകൾ, ഇപ്പോൾ 1, 3, 5 ഈ 3 വേവുകളാണ് എന്തായിട്ടുള്ളത് ഒരേ ഡയറക്ഷനിൽ വരുന്നത്. അതാണ് ഇമ്പൾസുകൾ. ഇനി 2, 4 എന്നുള്ള ഈ 2 വേവുകൾ, 2, 4 എന്ന നമ്പറിൽ വരുന്ന 2 വേവുകൾ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നോക്കിയാൽ അറിയാം. അത് എന്താണ് അതിനെയാണ് നമ്മൾ കറക്റ്റീവ് വേവ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൃത്യമായ ഒരു ഓർഡർലി പാറ്റേണിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഏതൊരു പ്രത്യേക ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ് എടുത്തു നോക്കിയാലും അതിൽ 5 വേവുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ 3 വേവ് അതേ ഡയറക്ഷനിലേക്കും 2 വേവ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ആയിരിക്കും. ഇങ്ങനെ ഒരു കൃത്യമായ പാറ്റേൺ വെച്ചുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് റാൾഫിൻ്റെ തിയറി, എലിയറ്റ് റാൾഫിൻ്റെ വേവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം 75 വർഷത്തോളം സ്റ്റോക്ക് മാർക്കറ്റുകളെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ വേവ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഒരു ഓർഡർലി പാറ്റേണിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഏതൊരു പ്രത്യേക ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ് എടുത്ത് നോക്കിയാലും അത് 5 വ്യത്യസ്ത വേവുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ 3 ഒരേ ഡയറക്ഷനിലേക്കും 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ആയിരിക്കും. അല്ല, ഈ ഒരേ ഡയറക്ഷനിലേക്കുള്ള വേവുകളെയാണ് ഇമ്പൾസുകൾ എന്ന് പറയുന്നത്. ബാക്കി 2 കറക്റ്റീവ് വേവ്സ് ആണ്. അല്ല, ഓഡ് നമ്പറിൽ വരുന്നത് ഇമ്പൾസും, ബാക്കി ഈവൺ നമ്പറിൽ വരുന്ന 2 കറക്റ്റീവ് വേവ്സും ആയിരിക്കും അല്ലെ. ഇങ്ങനെ കൃത്യമായ ഒരു പാറ്റേണിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നാണ് റാൾഫ് എലിയറ്റിൻ്റെ വേവ് തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.